ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്നൊരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയാലോ. കൈ കിടക്കുന്ന കൊച്ചിനെയല്ല, കൊച്ചു കിടക്കുന്ന ബെഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഇതിന് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ബെഡാണ്. ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റിച്ച് ചെയ്ത ബെഡാണ്. അന്ന് മുതൽ അവൻ ഇന്നലെ വരെ ഇതിലാണ് കിടന്നുണ്ടായിരുന്നത്. ഇവന് ഇഷ്ടമാണ് ഈ ബെഡ്. ഈ ബെഡിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പുതിയ തുണി കൊണ്ടല്ല, പഴയ മുണ്ട്, അച്ഛൻ്റെ മുണ്ട് എടുത്തിട്ടാണ്, പഴയ 2 മുണ്ട് എടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തത്. കാരണം അവന് മുണ്ടിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബെഡ്ഷീറ്റ് കിടക്കുന്നതിനേക്കാൾ അവൻ കൂടുതൽ കംഫർട്ടായിട്ട് പഴയ മുണ്ട്, അതിൽ ഭയങ്കര പശയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആവും. അതിൽ കിടക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. പുതിയതിലൊന്നിലും കിടക്കത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബെഡ് സ്റ്റിച്ച് ചെയ്തത്. കാരണം എനിക്ക് ഇങ്ങനത്തെ ബെഡ് വാങ്ങിക്കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റാത്തതുകൊണ്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് സ്റ്റിച്ച് ചെയ്തതാണ്. അത് ഭാഗ്യത്തിന് സക്സസ് ആയിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അന്ന്. കാരണം അളവ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു നെറ്റിൻ്റെ അളവിൽ ഒരു ഓവൽ ഷേപ്പ് വരച്ചിട്ട് അതിന് ചുറ്റും ഒരു 10 സെൻറ്റിമീറ്റർ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഈ ബെഡ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ബെഡിന് ഇപ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് പഴയ മുണ്ടായതുകൊണ്ട് ഇവൻ്റെ ഒരൊറ്റ ചവിട്ടിന് അത് കീറിപ്പോയായിരുന്നു. 2-3 ദിവസമായി കയറിയിട്ട്. എന്നിട്ട് വെന്തിലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പുതിയ ബെഡ് തയ്ച്ചു കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ 3 തുണി ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചായിരുന്നു. 3 ഒരേപോലത്തെ 3 തുണികൾ വാങ്ങിച്ചായിരുന്നു. ആ തുണി ഞാൻ വെറുതെ അല്ല തയ്ക്കുന്നത്. ഒരു 3-4 പ്രാവശ്യം അലക്കി അതിൻ്റെ പശ മുഴുവൻ കളഞ്ഞിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. കാരണം അവന് പശയുള്ള ഒന്നും അവന് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ആദ്യം അളവെടുക്കണം. ഈ ബെഡ് നിവർത്തിയിട്ട് ഈ ബെഡിൻ്റെ അളവാണ് എടുക്കുന്നത്. ബെഡിൻ്റെ നീളവും അതേ ബെഡിൻ്റെ വീതിയാണ് ഞാൻ എടുക്കുന്നത്. അളവിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. 28 × 2 56 വന്നിരിക്കുന്നത്. അതിൻ്റെ വീതി വന്നിട്ട് 21. അപ്പോൾ ഈ അളവിൽ, അതായത് നീളം 56 വീതി 21, ഈ അളവിലാണ് നമ്മൾ ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത തുണി ഒന്നെടുക്കുക, അത് 4 മടക്കുക, ഒന്ന് പകുതി മടക്കുക, അതിനെ വീണ്ടും പകുതിയാക്കുക. അങ്ങനെ 4 മടക്കിയ ശേഷം നമ്മൾ വീതി 21, അതിൻ്റെ പകുതി വന്നിട്ട് 10.5 എടുക്കുക. നീളം വന്നിട്ട് 56, അതിൻ്റെ പകുതി 28 എടുക്കുക. ഇപ്പം നമ്മൾ എടുത്ത അളവിൽ ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കുക. ഓവൽ ഷേപ്പ് പറയുമ്പോൾ റൗണ്ട് അല്ല, ഒരു നീളത്തിലുള്ള റൗണ്ട് എന്ന് പറയില്ല. ഒരു ഓവൽ ഷേപ്പ് പറയുമ്പോൾ തണ്ണിമത്തങ്ങ അല്ലെങ്കിൽ നമ്മൾ കുമ്പളങ്ങ, റൗണ്ട് ഷേപ്പ് കുമ്പളങ്ങ അല്ല, ഒരു ഓവൽ ഷേപ്പുള്ള കുമ്പളങ്ങ. ആ ഓവൽ ഷേപ്പ് വരയ്ക്കുക. അതിന് ചുറ്റും 10 സെൻറ്റിമീറ്റർ എക്സ്ട്രാ കൊടുക്കുക. കാരണം നമ്മുടെ നെസ്റ്റ് പോലത്തെ ഭാഗം വയ്ക്കാനാണ്. അതിന് വേണ്ടിയിട്ട് റൗണ്ട് നടുക്കത്തെ ഓവൽ ഷേപ്പ് കൂടാതെ എക്സ്ട്രാ ഒരു ഓവൽ ഷേപ്പും കൂടി വേണം. അത് 10 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ആയിരിക്കണം. ഞാൻ 10 സെൻറ്റിമീറ്ററാണ് കൊടുക്കണം. നിങ്ങൾക്ക് അത്ര വീതി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് വരച്ചാൽ 10 സെൻറ്റിമീറ്റർ എക്സ്ട്രാ കൊടുത്ത ആ ഭാഗം കട്ട് ചെയ്ത് വയ്ക്കുക. ഫുള്ളായില്ല, നടുക്കത്തെ ഭാഗം ഒരിക്കലും കട്ട് ചെയ്യരുത്. കാരണം അത് വെറും നമ്മൾ തയ്ക്കുന്ന മാത്രം, സ്റ്റിച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചുറ്റും കൊടുത്ത 10 സെൻറ്റിമീറ്റർ എക്സ്ട്രാ, അതാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇതൊരു സൈഡ് മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ. ഇത് 4 സൈഡും വരയ്ക്കണം. ഒന്നില്ലെങ്കിൽ നമുക്ക് ടൈലറിങ് മാർക്കിങ് വീൽ ഉപയോഗിച്ച് നമുക്ക് വരച്ചെടുക്കാം. അതിൻ്റെ വീലിൻ്റെ പിക്ചർ ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 2 ആക്കുക. എന്നിട്ട് ഇത് പതിച്ച ഭാഗം നമ്മൾ മടക്കി വെച്ചിട്ട്, ഉള്ളിൽ മടക്കി വെച്ചിട്ട് അതിൻ്റെ പതിപ്പിൻ്റെ ബാക്കി അടുത്തതിനും വരും. അങ്ങനെ നമുക്ക് 4 സൈഡും ആക്കണം. കാരണം എൻ്റെ കയ്യിൽ ആ വീലില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. ഈ ഉള്ളിലത്തെ ഓവൽ ഷേപ്പ്, നടുക്കത്തെ ഓവൽ ഷേപ്പ് മാർക്ക് ചെയ്ത ശേഷം അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ,
ഈ ഒരു ഫാബ്രിക്കിൽ മാത്രമേ നമ്മൾ കട്ട് ചെയ്തുള്ളൂ. അത് ബാക്കി 2 ഫാബ്രിക്കും കൂടി ഇതേ സെയിം അളവിൽ നമ്മൾ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് 4ആക്കി ഒന്നും കൂടി മടക്കുക. അതിന് ശേഷം ആ 2 ഫാബ്രിക്കും നമ്മൾ 4ആക്കി മടക്കിയിട്ട് ഈ അളവ് വെച്ചിട്ട് നമുക്ക് ആ 2ഉം കൂടി കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് 3ഉം ഒരേപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ നടുക്കത്തെ ആ ഓവൽ ഷേപ്പ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യണം. മുഴുവനായിട്ട് പറയുമ്പോൾ പകുതി, അതായത് ഒരു കൈ കൊള്ളാവുന്ന രീതിയിൽ മാറ്റി വെച്ച് ബാക്കിയെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം അതിനുള്ളിലേക്ക് നമുക്ക് കോട്ടൺ നിറയ്ക്കാനാണ്. സ്റ്റിച്ച് ചെയ്ത ശേഷം ഒന്നില്ലെങ്കിൽ നമുക്ക് 2 വഴി പറഞ്ഞുതരാം. ഒന്നാമത്തെ വഴി പറയുമ്പോൾ നടുക്ക് നമ്മൾ എന്താ പറയുക, ആ ഓവൽ ഷേപ്പിന് കട്ടാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കോട്ടൺ നിറച്ചാലും അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ അതിൽ ബോക്സ് പോലെ ആക്കാം. അതല്ലെങ്കിൽ കൈത്തുന്നൽ വെച്ചിട്ട് ഓരോ ഡോട്ട് വെച്ച് കൊടുക്കാൻ ചെയ്യാം. ഞാൻ ആദ്യം എന്താ പറയുക, ഒരു ബോക്സ് പോലെ ആക്കി കാണിച്ചു തരാം. ഒന്നില്ലെങ്കിൽ നമുക്കിതെങ്ങനെ ബോക്സ് പോലെ ആക്കാം, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കോട്ടൺ നിറയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ കൈത്തുന്നൽ വെച്ചിട്ട് ഓരോ ഡോട്ടായിട്ട് കൊടുക്കാം. ഇങ്ങനെ പോലത്തെ കൊടുക്കാം. ഞാൻ ആദ്യത്തെ മാത്രമേ ഇങ്ങനെ ബോക്സ് ആക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കൈത്തുന്നൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതാണ് ഒരു പ്രത്യേക ഒരു ഭംഗി. നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. കൈത്തുന്നൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കോട്ടൺ നിറയ്ക്കുന്നതിന് മുമ്പായിരിക്കണം നമ്മൾ കൈത്തുന്നൽ ചെയ്യേണ്ടത്. കാരണം കോട്ടൺ നിറച്ച് കഴിഞ്ഞാൽ സൂചി ചിലപ്പോൾ അതിൽ അത്ര എത്തില്ല. നമുക്ക് ചെറിയ സൂചിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വീതിയിൽ എത്തത്തില്ല. അതുകൊണ്ട് ആദ്യമേ നമ്മൾ കൈത്തുന്നൽ വെച്ചിട്ട് ഓരോ ഡോട്ട് ക്രിയേറ്റ് ചെയ്യണം. തയ്ച്ചതിന് ശേഷം ഞാൻ കോട്ടൺ നിറയ്ക്കുകയാണ്. ആ കോട്ടൺ നിറയ്ക്കുമ്പോൾ നമ്മൾ ബോക്സ് ആക്കിയത് അങ്ങനെ വരും, നമ്മൾ ഡോട്ടാക്കിയത് അങ്ങനെയും വരും. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ അതുപോലെ ആക്കിയാൽ മതി. കോട്ടണൊക്കെ നിറച്ച ശേഷം നമ്മൾ ഒരു കൈ ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കൈ കൊള്ളാവുന്ന ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അതിന് ചുറ്റും ഒരു എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ത്രെഡ് കിടക്കാൻ വേണ്ടിയിട്ട്, ത്രെഡ് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുന്ന പാകത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം ചുറ്റും. ഇപ്പം ഞാൻ ഏറ്റവും അവസാനമാണത് ചെയ്തത്, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് ചെയ്തെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം അതിന് ചുറ്റും ഞാനിപ്പോൾ എങ്ങനെ ചെയ്ത് വെച്ചേനാ, ഞാനിത് എക്സ്ട്രാ തുണി എടുത്തിട്ടുണ്ട്. ഒരു സാരിയുടെ ഒരു തുമ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 3-4-5 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെടുത്ത ശേഷം അതിന് ചുറ്റും മടക്കി അടിക്കണം. കാരണം ഇതിനുള്ളിൽ വേണം നമ്മൾ ത്രെഡ് കയറ്റാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് മുഴുവനായിട്ട് അടിച്ചെടുക്കണം. ആദ്യം ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു സൈഡ് അടിച്ചിട്ട് അത് പിന്നെ മടക്കിയിട്ട് നമ്മൾ പാവാടയ്ക്ക് ചരട് വെക്കാൻ വേണ്ടിയിട്ട് സെയിം അടിക്കില്ല, എക്സ്ട്രാ തുണി വെച്ചിട്ട് നമ്മൾ പട്ടുപാവാടയിലൊക്കെ ചരട് മുറുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ലേ, അങ്ങനെ സെയിമായിട്ട് അതേപോലെ വെക്കണം. ഇതിന് ചുറ്റും വെച്ചാൽ മതി. ഇത് ഞാൻ ലാസ്റ്റാണ് ചെയ്യുന്നത്. കാരണം ആ പഞ്ഞി, അതായത് കോട്ടണൊക്കെ അതിനുള്ളിൽ ലാസ്റ്റ് ആ സൈഡും കൂടി നിറച്ച ശേഷമാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ കൈത്തുന്നലാണ് ചെയ്യേണ്ടി വരിക. കാരണം ഈ ഗ്യാപ്പ് ഇത്രയും വീതിയിൽ നമ്മൾ മെഷീനിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കൈത്തുന്നലായിരിക്കും ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇത് ചെയ്യുക. ഇത് എക്സ്ട്രാ തുണി വെച്ചിട്ട് നമ്മൾ നേരത്തെ പോലെ ഒരു കൈ അകലം ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൈ അകലം മാത്രമേ നമ്മൾ കൈത്തുന്നൽ ചെയ്യേണ്ടി വരുള്ളൂ. ഇതല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് കൈത്തുന്നൽ ചെയ്യേണ്ടി വരും. ഞാൻ ഫുള്ളായിട്ട് കൈത്തുന്നലാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് പറ്റിയ ചെറിയ അബദ്ധമായിരുന്നു. കാരണം ആദ്യമേ ഇത് സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ കോട്ടൺ നിറയ്ക്കാൻ. പക്ഷെ ഞാൻ കോട്ടൺ നിറച്ച ശേഷമാണ് സ്റ്റിച്ച് ചെയ്തത്. അതുകൊണ്ട് എല്ലാം കൈത്തുന്നലാണ് ചെയ്യേണ്ടി വന്നത്. നിങ്ങൾ ആദ്യം അത് സ്റ്റിച്ച് ചെയ്ത ശേഷം കോട്ടൺ നിറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൈ അകലത് മാത്രം നമ്മൾ കൈത്തുന്നൽ ചെയ്യേണ്ടി വരുള്ളൂ. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത ശേഷം അതിനുള്ളിലേക്ക് കോട്ടൺ നിറയ്ക്കുക. കോട്ടൺ നിറച്ച് ലാസ്റ്റത്തെ ആ ഒരു കൈ അകലം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അത് മാത്രം നമ്മൾ കൈത്തുന്നൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ബെഡ് റെഡിയാണ്. മാത്രമല്ല നമുക്ക് അതിനുള്ളിലേക്ക് ത്രെഡ് വേണം. നമ്മൾ എന്താ പറയുക,
കയറുണ്ടാവുമല്ലോ, നമ്മൾ ഞാൻ തുണി വെച്ചിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയത്. നേരത്തെ ബെഡിൽ ത്രെഡ് എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഇടണമെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളാണെങ്കിൽ ഒരു 2 ഇഞ്ച് വീതിയിൽ നല്ല നീളത്തിൽ തുണി മുറിച്ച ശേഷം അതിനെ 4ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ത്രെഡ് കിട്ടും. നമ്മൾ പാവാടിയിലൊക്കെ ഇടുന്ന അതേ ത്രെഡ് നാടാം ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെഡ് റെഡി. അതിനുള്ളിൽ ത്രെഡും കയറ്റിയിട്ടുണ്ട് ഞാൻ. ഈ ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ ത്രെഡ് വയ്ക്കാൻ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ത്രെഡ് കയറ്റുന്നത് നിങ്ങളെ ഫസ്റ്റ് ചെയ്തിട്ട് കോട്ടൺ ഇറക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ചെയ്യാൻ. ഇത് ത്രെഡ് ചെയ്ത് കഴിച്ചാൽ ആ ത്രെഡ് വലിച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബെഡ് ചുരുണ്ട് കിട്ടും, നമുക്ക് നെസ്റ്റ് പോലെ കിട്ടും. അങ്ങനെ ആക്കിയിട്ടൊക്കെ കിടത്തുന്നതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ. കുറച്ചും കൂടി നീളം വീതിക്ക് വേണമെങ്കിൽ നമുക്ക് വിരിച്ചിടാം, നിവർത്തിയിട്ട് കിടത്തുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഓരോ സൈഡിൽ നിന്നും നമ്മൾ മെല്ലെ 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 ത്രെഡ് ചുരുട്ടി നമുക്കത് അതുപോലെ ആക്കണം. ഇതുപോലെ നെസ്റ്റാക്കിയ ശേഷം നമുക്ക് ഇനി നെസ്റ്റായി, ബെഡായി. പക്ഷെ കൊച്ച് കിടക്കുന്നുണ്ടോ കൂടി അറിയാൻ വേണ്ടി നമുക്കൊന്ന് കൊച്ചിനെ കിടത്തി നോക്കാം. ആദ്യം അവന് ഓക്കെ അല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ്റെ 2 ടോയ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്, ഡെക്കറേഷനല്ല, സാധാരണ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട്, എന്നിട്ട് ഒരു പില്ലോ വെക്കുന്നുണ്ട്. അതിലാദ്യം അവൻ കിടക്കാൻ ഓക്കെ ആയില്ല, കാരണം ഈ കളറൊന്നും അവന് ഇഷ്ടമായിരുന്നില്ല. അവൻ്റെ ബെഡ് ഇങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടോയ് വെച്ചിട്ട്, ഒരു പൂച്ചക്കുട്ടീനെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അതിന് ശേഷം കുറച്ച് നിർബന്ധിച്ചപ്പോൾ അവൻ കിടക്കാൻ ഓക്കെ ആയി. കിടന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും അവൻ എണീക്കുന്നു കൂടിയില്ലായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായി എന്ന് അവൻ തോന്നുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കും ബെഡ് വയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളൂ. അത്ര എളുപ്പമുള്ള പണിയാണ്, ബുദ്ധിമുട്ടുള്ള പണിയല്ല. കുറച്ച് കോട്ടൺ കിട്ടിയില്ലെങ്കിൽ ഞാൻ കോട്ടൺ ഉപയോഗിച്ചത് അവൻ്റെ പഴയ ബെഡിൽ, അവൻ്റെ റിസീവിങ് ബാഗിൽ തന്നെ ഒരു 3-4 ഉണ്ടായിരുന്നു. ആദ്യത്തെ കോട്ടണും പിന്നെ അവൻ്റെ പഴയ ബെഡിലെ കോട്ടണും പിന്നെ 2 പില്ലോൻ്റെ കോട്ടണും കൂടി എക്സ്ട്രാ എടുത്തിട്ടാണ്, അവൻ്റെ ടെഡി ബിയർത്തെ കോട്ടണൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ ബെഡ് ഉണ്ടാക്കിയത്. കാരണം ഈ ബെഡാണെങ്കിൽ അവനൊരു 10 വയസ്സ് വരെയൊക്കെ സുഖമായിട്ട് കിടക്കാം. അത്യാവശ്യം നീളമുണ്ട്, നമുക്ക് പോലും കിടക്കാം. 10-15 വയസ്സ് വരെയൊക്കെ കിടക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ലൈഫ് ലോങ് ഉള്ള ഒരു ബെഡും കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.